ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൽ നടന്നത് ജൻസി പ്രക്ഷോഭമായിരുന്നില്ല, തന്നെ പുറത്താക്കാൻ ആസൂത്രിതമായി നടത്തിയ കലാപമായിരുന്നുവെന്നും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി പറയുന്നു. ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ ഷെയ്ഖ് ഹസീന മടങ്ങുന്ന കൃത്യമായ തീയതി പിന്നീട് അറിയിക്കുമെന്ന് വ്യക്തമാക്കി. അറസ്റ്റ് ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തേക്കാം. തന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മടങ്ങുന്നതെന്നും ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ വെർച്വലായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. It was not a peaceful student movement. From the beginning, my government tried to resolve the issue peacefully through dialogue, legal process and patience. But behind the language of reform, organized groups were working to turn students' demand into violent political instrument. Muhammad Yunus himself said this was a meticulously designed movement led by a mastermind. His own words exposed the truth. It was not simply a spontaneous student protest. There was no visible or responsible leadership. Instructions were given invisibly. It was organized. 2024 ജൂലൈയിൽ ബംഗ്ലാദേശിൽ നടന്നത് ജൻസി പ്രക്ഷോഭമായിരുന്നില്ല, സമാധാനപരമായ വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നില്ല. അതെന്നും തന്നെ പുറത്താക്കാൻ ആസൂത്രിതമായി നടത്തിയ കലാപമായിരുന്നു. സംഘടിത ശക്തികളാണ് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അക്രമാസക്തമായ രാഷ്ട്രീയ ഉപകരണമായിരുന്നു അതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഷെയ്ഖ് ഹസീന ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് നിന്ന് മാറി നിന്നപ്പോഴും മനസ്സ് ജനങ്ങൾക്കൊപ്പമായിരുന്നു. ഭാരതം രാഷ്ട്രത്തലവനെ പോലെ തന്നെയാണ് തന്നെ സംരക്ഷിച്ചതെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് ഓഫ് സൗത്ത് ഏഷ്യയാണ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചത്. 2024 ഭാരതത്തിൽ അഭയം തേടിയ ശേഷം ആദ്യമായാണ് ഷെയ്ഖ് ഹസീന മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ജനം, ഡൽഹി.